പ്രിയപ്പെട്ടവരെ നമസ്കാരം. സ്നേഹം നിറഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് പറയാനുള്ളത്, എൻ്റെ ഫോണിൽ വന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ റിയാക്ട് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളൊക്കെ വളച്ചും തിരിച്ചും ഒടിച്ചും മറിച്ചും ഹെഡിങ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് വർത്തമാനം പറയണം തോന്നി. ഒന്ന്, നിങ്ങളുടെ സ്വകാര്യതയിൽ കയറാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. ഈ നാട്ടുകാർക്ക് പലർക്കും താല്പര്യമുണ്ടാകും, അതുപോലെ തന്നെ വേറെ ഒരാൾക്ക് താല്പര്യമുണ്ട്. ആർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ അഭിമുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് പൊലിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം ഇതിൽ. അതായത് നിങ്ങൾ വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും ഇത് കാണൂല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു സംഭവം വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഭർത്താവിനെ തിരിച്ചു തല്ലി. നന്നായിരിക്കുന്നത്. അതായത് ഞാൻ ഭർത്താവിനെ തിരിച്ചു തല്ലി, അതല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് നിങ്ങളെന്തോ ഒരു വലിയ സംഭവമാണെന്നോ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ കിടന്നിട്ട് ഇതുപോലെ ഭർത്താവിനെ തിരിച്ചു തല്ലി, ഞാൻ ഇവിടുന്ന് ഭർത്താവിനെ തിരിച്ചു തല്ലി എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ പ്രായം നിങ്ങൾ നോക്കണം. അതായത് നിങ്ങൾക്കൊരു 60 വയസ്സ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി, അതായത് ഈ പറച്ചിൽ ഒരുപാട് കേട്ടതാണ്. കാരണം ഇത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ബിഗ് ബോസിന് കണ്ടതാണ് അല്ലെങ്കിൽ കേട്ടതാണ്. ഇനിയും വീണ്ടും 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 ആ മനുഷ്യനാണെങ്കിൽ മരിച്ചുപോയി, അയാളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മക്കളുടെ അച്ഛനല്ലേ, അവന്മാർക്ക് കുറച്ചൊക്കെ ബുദ്ധിയും വിവരമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഇനി ഒന്നും കൊടുത്തില്ല, ദുഷ്ടനാണ്, അയാൾ കൊള്ളാത്തവനാണെങ്കിലും ആ പിള്ളേരുടെ അച്ഛനല്ലേ. ഒരു 4 or 5 വയസ്സ് വരെ അവർ വിളിച്ചിട്ടുണ്ടാകുന്നത് അച്ഛന്നല്ലേ. അതുമാത്രവുമല്ല, നിങ്ങൾ തന്നെ പല അഭിമുഖത്തിലും വന്ന് പലതരം കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനിയെങ്കിലും, അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ആർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് അടിച്ചു കയറുന്നത്, എന്നെ എന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ മുന്നോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളിങ്ങനെ ഓൺലൈൻ ചാനലുകൾക്ക് ഇത് കൊടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലൂടെ പറയൂ. അതായത് നിങ്ങളുടെ ഈ ചെന്നൈ വ്ളോഗും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ വ്ളോഗൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതൊക്കെ നല്ല രസവുമുണ്ട്. നിങ്ങളുടെ കഥകളും നിങ്ങളുടെ അനുജൻ ഏട്ടന് ആരോ നാട് വിട്ടുപോയതും അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അനാഥരായതും പിന്നീട് നിങ്ങൾ ആ വീട്ടിൽ പോയതും അതൊക്കെ നമ്മൾ കാണുന്നതാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി കണ്ടു. പക്ഷേ ഇതുപോലെ ഒരു മനുഷ്യനെ, അതായത് മരിച്ചുപോയി, അങ്ങേര് ഇന്ന് ഈ ലോകത്തില്ല, അങ്ങേരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു തരം അഡ്ജസ്റ്റ്മെൻ്റാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടം തണ്ടയല്ല. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ വൈകിന്ന് വരും. ആ ചായ വൈകി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോഴെന്തെങ്കിലും പറയും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറിയിട്ട് തിരിച്ചടിക്കാനൊന്നും നമ്മളോട് ആരും നിൽക്കയില്ല കേട്ടാ. അത് കുലസ്ത്രീയോ അല്ലാതെ വേറെയൊന്നും ആയതുകൊണ്ടൊന്നുമല്ല, അവർ പാവമായതുകൊണ്ടൊന്നുമല്ല. പിന്നെ കണക്ക് ചോദിക്കുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പണിയെടുത്തിട്ട് ഒരു 750 രൂപ അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓള് ചോദിക്കും. അതുപോലെ തന്നെ ഭർത്താവ് അങ്ങോട്ടും ചോദിക്കും ഇങ്ങോട്ടും ചോദിക്കും. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 1000 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്താണ് ഈ പൈസ വെച്ച് പണിയെടുക്കുന്നത് നമ്മൾ ചോദിക്കത്തില്ലേ? അത് പറ, നമ്മൾ കൃത്യമായിട്ട് ചോദിക്കത്തില്ലേ? അതിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുടുംബം പോകുന്നതിൻ്റെ ഒരു നല്ല കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മോശമാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് കാറിന് പോകുമ്പോൾ വഴി സൈഡിൽ മൂത്രമൊഴിക്കാൻ ആൾക്കാർ ഇരിക്കാറുണ്ട്. അത് കാണുമ്പോൾ അവരൊക്കെ ചവിട്ടാനോ കല്ലൂറിക്കെറിയാനോ എന്തോ തോന്നാറുണ്ടെന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വഴിയിൽ ഉടനീളം അന്നത്തെ കാലത്ത് ഒരു 10 or 15 വർഷം മുമ്പാണ് നിങ്ങൾ ഈ സംഭവം പറഞ്ഞത്. അന്ന് ഒരു ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ അടക്കി പിടിച്ചിരിക്കും. പക്ഷെ പുരുഷന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ എവിടെയെങ്കിലും സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിങ്ങൾ AC കാറിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോഴേ അത് മറ്റുള്ളവരെ നമ്മൾ എന്താ പറയുക പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ കഥകളും കഥകളൊക്കെ കുറേയെല്ലാം ബിഗ് ബോസ് നമ്മൾ കേട്ടിട്ടുണ്ട്, കുറേ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇത് വീണ്ടും വീണ്ടും വന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ആലോചിക്കണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോഴും നിങ്ങളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോഴും കൈയടിക്കും, ഈശ്വര ഒരാളും ഉണ്ടായല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടനായാലും പണ്ട് നമ്മുടെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ലാൽ ജോസിൻ്റെ.
അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ, അതായത് ലെനയുടെ ഭർത്താവ് കള്ളനാണ്, സന്തോഷ് കീഴാറ്റൂരാണ് ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചത്. അയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ചാടിയിട്ട് മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു. എല്ലാവരും പിന്നെ ഈ സ്ത്രീ ആണെങ്കിൽ എപ്പോഴും അയാളെ പറ്റി കുറ്റം മാത്രമേ പറയാറുള്ളൂ. പക്ഷെ വലുതായപ്പോഴും മകൻ ചോദിച്ചു, അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ക്ഷമിച്ചു കൂടാമായിരുന്നോ? അങ്ങനെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു അച്ഛനുണ്ടാവില്ലേ? ആ പയ്യൻ ചോദിച്ചാണ്, അതേ ദുൽഖർ സൽമാൻ കഥാപാത്രം ചോദിച്ചാണ്. അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം ചിലപ്പോഴും നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് ധൈര്യമുണ്ടാവില്ല. അതുകൊണ്ട് അവർ ചോദിക്കത്തില്ല, അവരൊരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇനി എത്രത്തോളം ഇതായി കഴിഞ്ഞാലും, എത്ര ദുഷ്ടനായി കഴിഞ്ഞാലും, എത്രത്തോളം മോശമായി കഴിഞ്ഞാലും, ആ കുട്ടികളുണ്ടല്ലോ, അവരെ, നിങ്ങളുടെ മക്കളെ, അവർക്കുള്ളിൻ്റെ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ തന്തയാ, വെറുക്കപ്പെട്ടവൻ എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ഈ ഒരു വേദന ഉണ്ടാകും. ഇപ്പോഴും നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോഴും പറയുന്ന കാര്യം എന്താ? ഇന്ന് വന്നൊരു ഇതാണ്, അതായത് ഏതോ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, അതിൻ്റെ അകത്ത് മനോരമ ന്യൂസ് ചാനൽ, അതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു ന്യൂസാണ്. ഫേസ്ബുക്കിലാണ് ഞാൻ ഇത് വായിക്കുന്നത്. അതാ ഈ സാധനം വന്നിരിക്കുന്നത്, നിങ്ങൾ നോക്കിക്കോർന്നു വേണമെങ്കിൽ. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, എന്തിനാണ് പുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്? തിലകൻ ചേട്ടൻ ഷേക്ക് ഹാൻഡ് തന്നതിന് തല്ലി. അന്ന് ഞാൻ ഭർത്താവിനെ തിരിച്ചടിച്ചു. കുഞ്ഞിനെ തൊട്ടാൽ വെറുതെ ഇരിക്കില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉയ്യൻ്റെ ഭഗവാൻ എന്തൊരു നല്ല ന്യൂസാണ്, നാവിനെ കേൾക്കാടാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം തുറക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിരിക്കാലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങ് തുറക്കും. ഏതായാലും ഞാനും തുറക്കാൻ പോകുന്നു, എന്താണെന്ന് അറിയണമല്ലോ. ആ ഇൻ്റർവ്യൂ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഇൻ്റർവ്യൂ ആയാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്ളോഗിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അല്ലാതെ ഇൻ്റർവ്യൂ ഒന്നും കുത്തിയിരുന്ന് കേൾക്കാൻ എനിക്ക് വയ്യ. നോക്കാം. അത് ഓപ്പൺ ചെയ്തപ്പോൾ വന്നത് ഹെഡിങ്, അന്ന് ഞാൻ ഭർത്താവിനെ തിരിച്ചടിച്ചു എന്നുള്ള ഹെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഭാഗ്യലക്ഷ്മിയുടെ ചേച്ചിയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വിവാഹ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ഒരിക്കൽ തിലകൻ ചേട്ടൻ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു എന്നു പറഞ്ഞ് തന്നെ തല്ലിയിട്ടുണ്ടെന്നും എന്തിനാണ് പുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചത് കേട്ട് ഞെട്ടിയിരുന്നു പോയെന്നുമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത്. തിലകൻ ചേട്ടന് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിലകൻ തന്നെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിലകൻ പറയുന്ന കാര്യങ്ങൾ അയാളുടെ അഭിമുഖത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ തിലകൻ ചേട്ടൻ്റെ ഒരു വാക്ക് ഞാൻ കേട്ടതാണ്. അതായത്, ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. അതുമാത്രമല്ല, അതിൻ്റെ ഉദ്ദേശം വേറെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന തിലകൻ ചേട്ടനാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ഭർത്താവായി കഴിഞ്ഞാലും തിലകനെ പോലെയുള്ള ഒരാൾ ക്ഷയിക്കാണ്ട് വരുമ്പോൾ അത് വേണ്ട, അയാൾ ശരിയല്ല, നമ്മളായാലും പറയും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു തന്നെ ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോൾ ശരിയല്ലെങ്കിൽ നമ്മൾ പറയും, ദേ അവന് കൊടുക്കണ്ടാട്ടോ, അവൻ്റെ ഈ മാന്യത സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാണിനെ പറ്റിയിട്ട് മറ്റൊരാണിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അവൻ്റെ മനസ്സിലേക്ക് പറയാൻ കഴിയുള്ളൂ. ചില ആൾക്കാരൊക്കെ പ്രേമത്തിന് എതിർക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? സഹോദരന്മാർ എതിർത്തു എന്ന് പറയും. കാരണം ഇവനറിയായിരിക്കാം അവൻ്റെ കാര്യങ്ങളെല്ലാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തിലകന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതേ അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു തല്ലി, കുഞ്ഞിനെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് സംഭവം ഞാൻ നോക്കട്ടെ, അത് ഞാൻ വായിച്ചില്ല. കുഞ്ഞിനെ തൊട്ടാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരിത് വയലൻ്റ് ആവും എന്നൊക്കെയാണ്. ഞങ്ങൾ വഴക്കിടുക, മോൻ തോന്നണം എന്നൊക്കെ പറഞ്ഞ മോൻ ബാത്റൂമിൽ, അതൊക്കെ പോട്ടെ. കുഞ്ഞിനെ തൊട്ടാൽ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പുള്ളി ബാത്റൂമിൽ നിന്നും പുറത്തു വന്ന് ഒച്ച വെച്ചപ്പോൾ പുള്ളി എടുത്ത് ഒറ്റ ഏറ് എന്നാണ് പറയുന്നത്. തലയിൽ അപ്പോൾ ചുമരിലെടുക്കുകയും എന്ന് തോന്നി ഞാൻ ഓടിപ്പോയി അയ്യോ എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നില്ല. അതായത് പിന്നെ ഒരു കുഞ്ഞിനെ എടുത്ത് എറിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വയലൻ്റായ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇനി ചിലപ്പോഴുണ്ടാകാം, പക്ഷെ അന്നത്തെ കാലത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതായത് കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെ എറിയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അദ്ദേഹമില്ല, അദ്ദേഹം ഇതിൻ്റെ മറുപടി പറയാനോ കാര്യങ്ങൾക്കൊന്നും അയാൾ വരില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ആ മനുഷ്യൻ മരിച്ചു പോയില്ലേ, അയാൾ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്? ഈ നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടോ? നിങ്ങൾ പറയുന്ന പോലെ ഈ നന്ദിയില്ലാത്ത നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടോ?
ഈ നന്ദിയില്ലാത്ത നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആ പാവം മനുഷ്യനെ, അല്ലെങ്കിൽ ആ ക്രൂരനായ മനുഷ്യനെ, ആ നന്മയില്ലാത്ത മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണ്ടും 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 വലിച്ചു കയറുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എൻ്റെ സ്വകാര്യതയിൽ എന്തിനാണ് കയറിയത് എന്ന്. ഇതൊക്കെ നിങ്ങൾ വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ മനോരമ ഇത് വാർത്തയാക്കിയത്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നമ്മളെല്ലാവരും മനസ്സാൽ തെറി വിളിക്കുന്നത്. പല ആൾക്കാരും പറയില്ല ഈ അമ്മയെ ഭാഗ്യലക്ഷ്മി എന്തെല്ലാം അനുഭവിച്ചു ആ കുരിപ്പ് എന്നൊക്കെ പറഞ്ഞ് അയാളെ വീണ്ടും വീണ്ടും തെറി വിളിക്കുകയല്ലേ. നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ച വിവരങ്ങളൊന്നും ഇവിടെ പല ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പിന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് കേട്ടിയാണേ ഇനിയൊന്നും തെളിവൊന്നും ചോദിച്ച് വന്നേക്കരുത്. കേൾക്കാതെ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ നേരിട്ട് അറിയത്തൊന്നുമില്ല. അവർ പല ഇൻ്റർവ്യൂകളിലും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇവർ ഡിവോഴ്സ് കൊടുത്തില്ല എന്നോ ഇവർ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങനെ സൂഹിക്കണ്ട ഇനി വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു സംവിധായകനെ പ്രണയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായ കാര്യം പറയുന്നുണ്ട്. അതേ ആൾ നിങ്ങൾ പറയുന്നത്, അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്ത്രീയാണ്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായിട്ടൊരു പ്രണയം എന്തെങ്കിലും വെക്കുമ്പോഴേ അവർക്കൊരു ഭാര്യയുണ്ട് മക്കളുണ്ട് നിങ്ങൾ ആലോചിക്കണ്ടേ? അപ്പോഴാണ് നിങ്ങൾക്ക് എന്താ അവരെ പറ്റിയിട്ടൊരു ചിന്തയില്ലേ? ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തോ. അതുപോലെ തന്നെ അവന്മാർ പല തമ്മിലിനും ഇടും, തന്തയിലായിക തമ്മിലിന് നല്ലോണം ഇടും, ഉറപ്പാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഇനി ഞാനും അതേപോലെ തന്നെയല്ല വല്ല തമ്മിലിനും ഉപയോഗിക്കണം. ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ക്രൂരമായിട്ട് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൊലിമയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഭാഗ്യലക്ഷ്മി ചേച്ചി അത് പറഞ്ഞു. ഭാഗ്യലക്ഷ്മി ചേച്ചിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് പറയണം. അവരെ പിന്നെ അവരെ ശരിയല്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോട്ടം കിട്ടും. അതുകൊണ്ട് പറയുകയാണ്, ദൈവത്തോർത്ത് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം എല്ലാം ഒരു വകയിൽ ആൾക്കെല്ലാം അറിയുന്നതാണ്. അയാൾ മരിച്ച് അയാൾ പോയില്ലേ, അയാൾ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ അയാൾ കേൾക്കും. ഇപ്പോഴാരെ നോക്കാനാണ്, ആരെ വേദനിപ്പിക്കാനാണ്? ആ മക്കളെ വേദനിപ്പിക്കാനോ? ഞാൻ പറഞ്ഞല്ലോ, എത്ര വലിയ മക്കളായി കഴിഞ്ഞാലും ശരി, നിങ്ങളിനി എന്തോരം ആയി പറഞ്ഞു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും ശരി, ഇനി കൊല്ലാക്കൊല ചെയ്താലും ശരി, ആ മക്കളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.